പനിയുമായി സർക്കാർ ആശുപത്രിയിലെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 കുട്ടിയുമായി താലൂക്ക് ആശുപത്രിയിലെത്തിയ വാണിയംകുളം ചെറുകാട്ടുപുലം സ്വദേശികളായ നിതീഷ് രേഷ്മ ദമ്പതികളുടെ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കുട്ടിയുടെ അവസ്ഥ നേരിട്ട് കണ്ടിട്ടും ടെമ്പറേച്ചർ പോലും പരിശോധിക്കാൻ തയ്യാറായില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. 3/4 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ചികിത്സ ലഭിക്കാതെ വന്നതോടെ കുട്ടിയുമായി സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടേണ്ടി വന്നുവെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. പരാതി ലഭിച്ചിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുകയാണെന്നും ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. ഒരു സഹകരണം ഇല്ലാത്ത രീതിയിലായിരുന്നു ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും പെരുമാറ്റം ഉണ്ടായത്. കുട്ടി പനിയായിട്ട് പോയി. മോന് ഓൾറെഡി ഫിക്സ് ഉണ്ടായിരുന്നതാണ്. ചെറുപ്പത്തിൽ 3 വയസ്സായ സമയത്ത് 7 വയസ്സായി. പക്ഷേ പനി പരിശോധിക്കുക പോലും ചെയ്യാണ്ട് അവർ രാവിലെ എഴുതിയ പീഡിയാട്രീഷ്യൻ എഴുതിയ മരുന്ന് തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഒന്ന് നോക്കുക പോലും ചെയ്യാണ്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കുട്ടിയുടെ വെയിറ്റ് നോക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് ടെമ്പറേച്ചർ നോക്കുകയോ ഒന്നും ചെയ്തില്ല. നമുക്ക് തീർത്തും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടല്ല. 2-3 വട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അവിടുന്ന് കുട്ടി ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും അവർ ഒന്നും ചെയ്യാണ്ട് നമ്മളവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്.